എല്ലാവർക്കും PSC വോയേജറിന്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏപ്രിൽ 26 മുതൽ 30 വരെ തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റ് ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മുൻ ISRO ചെയർമാനായ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചത് എന്ന്? 2025 ഏപ്രിൽ 25. 2025 ഏപ്രിൽ 25-നാണ് മുൻ ISRO ചെയർമാനായ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചത്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന കുറച്ച് പോയിന്റ്സും കൂടെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കണം. അദ്ദേഹം ISROയുടെ 5ാമത്തെ ചെയർമാൻ ആയിരുന്നു. എത്രാമത്തെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ? 5ാമത്തെ ചെയർമാൻ. 1994 മുതൽ 2003 വരെയാണ് ISRO ചെയർമാൻ പദവി വഹിച്ചത്. അപ്പോൾ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ISROയുടെ ചെയർമാൻ പദവി വഹിച്ചത് ഏത് കാലഘട്ടത്തിലായിരുന്നു? 1994 മുതൽ 2003 വരെയുള്ള കാലയളവിലാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ ISRO ചെയർമാൻ പദവി വഹിച്ചത്. ഇതുകൂടാതെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പോയിന്റ്സും കൂടെ നമുക്ക് അറിഞ്ഞു വെക്കാം. ഇദ്ദേഹം രാജ്യസഭാംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ കസ്തൂരിരംഗൻ രാജ്യസഭാംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയസമിതിയുടെ മുൻ അധ്യക്ഷൻ ആയിരുന്നു. ഡോക്ടർ കെ കസ്തൂരിരംഗൻ വഹിച്ചിട്ടുള്ള മറ്റു പ്രധാന പദവികൾ എന്ന് പറയുന്നത് അദ്ദേഹം രാജ്യസഭാംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയസമിതിയുടെ മുൻ അധ്യക്ഷനും ആയിരുന്നു. അപ്പോൾ മുൻ ISRO ചെയർമാനായ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചത് എന്നാണ്? 2025 ഏപ്രിൽ 25-നാണ്. ISROയുടെ 5ാമത്തെ ചെയർമാനായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ. 1994 മുതൽ 2003 വരെയുള്ള കാലയളവിലാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ ISROയുടെ ചെയർമാൻ പദവി വഹിച്ചത്. ഇദ്ദേഹം രാജ്യസഭാംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയസമിതിയുടെ മുൻ അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ കെ കസ്തൂരിരംഗൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൊത്തം ആസ്തി 10 ലക്ഷം കോടി കടക്കുന്ന ആദ്യ കോർപ്പറേറ്റ് കമ്പനി? റിലയൻസ്. അപ്പോൾ റിലയൻസ് ആണ് മൊത്തം ആസ്തി 10 ലക്ഷം കോടി കടക്കുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് കമ്പനി. മൂന്നാമത്തെ ചോദ്യം, IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഇതുകൂടാതെ ഈ വൈഭവ് സൂര്യവംശി വേറൊരു റെക്കോർഡും കൂടെ സ്വന്തമാക്കി. എന്താണെന്ന് നോക്കാം. IPL ചരിത്രത്തിലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി. എന്താണ്? IPL ചരിത്രത്തിലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡും വൈഭവ് സ്വന്തമാക്കി. അപ്പോൾ IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? വൈഭവ് സൂര്യവംശി. നാലാമത്തെ ചോദ്യം, ഷാജി N കരുണിന്റെ ആദ്യ ചിത്രം? പിറവി. ഏതാണ് ഷാജി N കരുണിന്റെ ആദ്യ ചിത്രം? പിറവി. ഈ ഒരു ചോദ്യം ഇവിടെ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ കലാകാരനാണ്, ചലച്ചിത്ര കലാകാരനാണ് ആര്? ഷാജി N കരുൺ. അപ്പോൾ ഷാജി N കരുണിന്റെ ആദ്യ ചിത്രമാണ് ഏത്? പിറവി. മലയാളത്തിന്റെ പ്രാദേശിക ഭൂമികയെ ലോക തിരശീലയിൽ എത്തിച്ച ചലച്ചിത്ര താരം ഷാജി N കരുൺ. ഇനി ഓർമ്മ. 2025 ഏപ്രിൽ 28-നായിരുന്നു ഷാജി N കരുണിന്റെ അന്ത്യം. എന്തായിരുന്നു ഷാജി N കരുണിന്റെ അന്ത്യം? 2025 ഏപ്രിൽ 28-നാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റുമായി സേവനം അനുഷ്ഠിച്ച് വരികയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം ഏതാണ്? പിറവി. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്? ആരാണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് BR ഗവായ്. ജസ്റ്റിസ്
B.R. ഗവായിയാണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകാനായി പോകുന്നത്. ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? മഹാരാഷ്ട്ര സ്വദേശിയായ ജസ്റ്റിസ് B.R. ഗവായി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരൻ മലയാളിയായ KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തുന്ന ആദ്യ മലയാളി. അപ്പോൾ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്നത് ആരാണ്? ജസ്റ്റിസ് B.R. ഗവായി. അദ്ദേഹം ഇങ്ങനെ നിയമിതനാകുന്നതോടുകൂടി ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ജസ്റ്റിസ് B.R. ഗവായി. അടുത്ത ചോദ്യം, വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാര്? ജു വെൻ ജൂൻ. ആരാണ് ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? ജു വെൻ ജൂൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം? ഗോവ. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത്? ഗോവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെ? അമരാവതി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം? ദേവപ്രയാഗ് ജനാസു തുരങ്കം. അപ്പോൾ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം? ദേവപ്രയാഗ് ജനാസു തുരങ്കം. 2025 ലോറസ് സ്പോർട്സ് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? റാഫേൽ നദാൽ. 2025 ലോറസ് സ്പോർട്സ് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റാഫേൽ നദാൽ. ലോറസ് അവാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കും. കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെയും അവരുടെ കായിക ഇനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതൊന്ന് കയറി കണ്ടു നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 70 വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് 10 ലക്ഷം രൂപ വരെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായി വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി? ആയുഷ്മാൻ വയ വന്ദന. എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം? 70 വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് 10 ലക്ഷം രൂപ വരെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായി വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഏത്? ആയുഷ്മാൻ വയ വന്ദന. പദ്ധതികളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം PSCയിൽ എപ്പോഴും ചോദ്യങ്ങളായിട്ട് കടന്നു വരുന്ന ഒരു സെക്ഷനാണ് പദ്ധതി. കേന്ദ്ര പദ്ധതിയും കേരള സർക്കാർ പദ്ധതി, കുടുംബശ്രീ പദ്ധതി, അങ്ങനെ പല രീതിയിലുള്ള പദ്ധതികൾ ചോദ്യങ്ങളായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പദ്ധതികളെല്ലാം നന്നായിട്ട് അറിഞ്ഞു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് നോക്കി വരാം. മുൻ ISRO ചെയർമാനായ ഡോക്ടർ K. കസ്തൂരിരംഗൻ അന്തരിച്ചത് എന്ന്? 2025 ഏപ്രിൽ 25. മൊത്തം ആസ്തി 10 ലക്ഷം കോടി കടക്കുന്ന ആദ്യ കോർപ്പറേറ്റ് കമ്പനി? റിലയൻസ്. IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? വൈഭവ് സൂര്യവംശി. ഷാജി N. കരുണിൻ്റെ ആദ്യ ചിത്രം? പിറവി. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് B.R. ഗവായി. വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാര്? ജു വെൻ ജൂൻ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെ? അമരാവതി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം? ദേവപ്രയാഗ് ജനാസു തുരങ്കം. 2025 ലോറസ് സ്പോർട്സ് ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? റാഫേൽ നദാൽ. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് 10 ലക്ഷം രൂപ വരെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായി വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി? ആയുഷ്മാൻ വയ വന്ദന.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്നും വിചാരിക്കുന്നു. ഇതുവരെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് പോൾ രൂപത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അവിടെ ഓരോ വീഡിയോ കഴിയുമ്പോഴും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പോൾ രൂപത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്